സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മലപ്പുറത്താണെന്നുള്ള വിവരം അറിയാത്തവരുണ്ട്, ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡുള്ള ആളുകളായതുകൊണ്ടാവാം. അപ്പോൾ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോട് എനിക്കുണ്ട്. ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം, റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചു പൊളിച്ചിട്ട് ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോകരുത്. ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവി കൊള്ളാതെ പോകരുത്. നമ്മളൊരിക്കലും നന്മയെ നശിപ്പിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത്. അതാണ് വേണം. ഇത്തഖുൽ ലആനീൻ, നിങ്ങൾ ജനങ്ങളുടെ ശാപം, ഇത്തഖുൽ ലആനൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ചെറിയ വിഷയമാണ് നബി തങ്ങൾ പറഞ്ഞത്. വഴിയിൽ മൂത്രമൊഴിക്കുക, ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രമൊഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി. അന്ന് പിന്നെ സമരവും കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ്. വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുള്ളൂ. റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ആളുകളല്ല, നമ്മൾ മുത്തുനബിയുടെ ആളുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്. ആ സമയത്താണ് സ്വഹാബത്തിനോട്, ഈ വഴിക്ക് നമ്മൾ പോവണ്ട, നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും, നമുക്ക് വഴിമാറിപ്പോകാം, ആ നായയ്ക്ക് അവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വഴിതിരിച്ചു വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ, ആളുകൾ ശപിക്കുന്നത്, ബസ് യാത്രക്കാർ, നടന്നു പോകുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇത് സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മുത്തബിഉ സുന്നകളാകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു. സ്വല്ലൈതു വറാഅഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിൽ നിന്ന് മഅമൂമായി ഞാൻ നിസ്കരിക്കുന്നു. ഫഫ്തതഹ സൂറത്തുൽ ബഖറ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ബഖറ തുടങ്ങി വെച്ചു. ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ്, തഹജ്ജുദാണ്, 100 ആയത്തെത്തുമ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്ക് തങ്ങൾ പോയില്ല. ഞാൻ വിചാരിച്ച് 200 ആകുമ്പോൾ പോയില്ല. സൂറത്തുൽ ബഖറ മുഴുവൻ അവസാനിച്ചാൽ നബി തങ്ങൾ റുക്കൂഇലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. സൂറത്തുൽ ബഖറ കഴിഞ്ഞു. ഫഫ്തതഹ ആല ഇംറാൻ, നബി തങ്ങൾ സൂറത്തു ആല ഇംറാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു റബ്ബേ 100 ആയത്തിൽ അവസാനിക്കുമെന്ന്. അവസാനിച്ചില്ല. എല്ലാ ആയത്തുകളും കടന്നു പോകുമ്പോൾ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നു, അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സൂറത്തു ആല ഇംറാൻ അവസാനിക്കുമ്പോൾ നബി തങ്ങൾ റുക്കൂഇൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഫ്തതഹ സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ആരംഭിച്ചു. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്കല്ല പോകുന്നത്, സൂറത്തുൽ മാഇദ ആരംഭിച്ചു. അതും കഴിഞ്ഞ് സൂറത്തുൽ അൻആം. ഈ പ്രഗൽഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു റക്അത്തിന് ശേഷമാണ്, ഒരു ഖിയാമിന് ശേഷമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂഇലേക്ക് പോകുന്നത്. ഫഅതാല റുക്കൂഅ, ദീർഘമായ റുക്കൂഅ്, ഇഅ്തിദാൽ ദീർഘമായ സുജൂദ്, ദീർഘമായ നൃത്തം. അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിന് ഒരല്പം നേരമേറുമ്പോഴേക്കും മുഷിഞ്ഞു പോകുന്നത്, തളർന്നു പോകുന്നത്, മടുപ്പാകുന്നത്. പള്ളി ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ. ജയിലിൽ കിടന്ന പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാണ് നോക്കുക, വേഗം ഇറങ്ങി പോരാൻ.
പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റുക? ആ രീതിയിലേക്ക് പിന്നെ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത്? ഒരാളെ പേടിച്ചാൽ നമ്മൾ അയാളുടെ മുമ്പിലേക്ക് പോകില്ല, അങ്ങനെയല്ലേ? നമ്മളോട് പിണക്കമുള്ള ആളാണ്, സലാം പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്തടിച്ചേക്കും, അത്രയും ദേഷ്യമുള്ള ആളാണ്, ആ വഴിക്ക് നമ്മൾ പോകില്ല, അല്ലേ? അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ ഓടുക? പടച്ച തമ്പുരാൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ വരാനുള്ളത്. ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത്? ഇതൊന്ന് അവസാനിച്ചിരുന്നില്ലെങ്കിൽ, ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഹബീബാണ് ഏറ്റവും വലിയ മാതൃക. ഹത്താ തതഫത്തറ ഖദമാ, നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ ചെറിയൊരു മുറിണ്ടാകുമ്പോഴും കസേരയിട്ടപ്പോൾ നിസ്കരിക്കും. പള്ളി മുഴുവൻ ഇപ്പോൾ ചർച്ച പോലെ ഡെസ്കും ബെഞ്ചും ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്, അത്രക്കായിട്ടുണ്ട് കസേരൻ്റെ നേര. ചെറിയൊരു മുറിയാകുമ്പോഴേക്ക് ഇരുന്നിട്ടിനെ കൊണ്ട് വയ്യാൻ. സുബ്ഹാനല്ലാഹ്. എനിക്കറിയില്ല, ഉസ്താദന്മാർ മസാല പറഞ്ഞേക്കണം, അത് കസാലയിലാണോ കുത്തിരിക്കേണ്ടത് നിലത്തിരിക്കുകയാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് അതിൽ. നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ? അല്ല ഉസ്താദേ, നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ. പാനങ്ങ റാഹത്തായിട്ട് കസേര ഇരുന്നിട്ടാ ജുമ, കസേര ഇരുന്നിട്ടാണ് ഇഷ, കസേര ഇരുന്നിട്ടാ, എന്നിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു പോകണമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് എഴുതുറുണ്ട്, മഅദൂര്യങ്ങളാണ്. അള്ളാഹു ഇളവ് ചെയ്തിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു ചെയ്യിപ്പിക്കൂല എന്നാണ്. പക്ഷേ ഹബീബിൻ്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും. നമുക്ക് കഴിയോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ? ബീവറേജിന് മുമ്പിൽ വരെ നിൽക്കൂല ആൾക്കാർ, നീര് വരുന്നവരെ ഒന്നും, അല്ലേ? വലിയ ആവേശമുള്ള ക്യൂ, ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിൻ്റെ മുമ്പിലാണ് കാണാറുള്ളത്. ഒരാളും തിരക്കൂല, ഒരാൾ ഓവർടേക്കും ചെയ്യൂല. എന്തൊരു ബഹുമാനം, പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഒക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് റാഹത്തിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കാല് നീര് വരുന്നവരെ നിൽക്കുമോ? ആ നിർത്താം അവരെങ്കിലും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെ, ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബേ എന്താണ് പറയണത്? നീര് വരുന്നവരെ നിൽക്കേ, നമ്മൾ നിൽക്കും. നൃത്തത്തിൻ്റെ ദൈർഘ്യം കാരണം കാല് നീര് വന്നു. എന്നിട്ടും ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈൽ കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് വെക്കുന്നതാണ്. കാല് വെച്ചിട്ട് കിടക്കും ചുമരിലേക്ക്. സുബ്ഹി നിസ്കാരമായി കഴിഞ്ഞാൽ എന്തിനെന്നറിയോ? ബ്ലഡ് താഴേക്ക് ഒഴുകാൻ. നീണ്ട നൃത്തമായിരുന്നു. കാല് നിലത്ത് വെക്കാൻ പറ്റണില്ല. അപ്പോൾ കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോർമലാവാൻ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരടിമയാവണ്ടയോ? അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ? കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും, കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു. ഒരു വിരലിനൊരു അസുഖം വരുമ്പോൾ, ഷുഗർ വന്ന് കട്ട് ചെയ്യണം, മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഓർമ്മ വരും, പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ, ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി, എത്ര കളിച്ചു, എത്ര ചാടി, എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു. നമ്മൾ അറിഞ്ഞോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വിലമതിക്കാനാവാത്ത സ്വത്തുകളാണെന്ന്. ചോദിച്ചോട്ടെ, നമ്മുടെ 2 കണ്ണിന് പകരം 10 കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും കൊടുക്കോ? അങ്ങനെ ഓഫറിലൊരു സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എൻ്റെ 2 കണ്ണും കൊടുത്തേക്കാം, എനിക്ക് 10 കോടി മതി. കണ്ണിൻ്റെ വില എത്രയാപ്പോൾ? 100 കോടിയാ? കൊടുക്കുവോ? കൊടുക്കൂല. അപ്പം എത്രയാ വിലമതിക്കാനാവാത്തത്? എത്രയാണ് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ വില? അത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ഒറിജിനലല്ലേ, ജെന്യൂൻ സാധനമല്ലേ, അല്ലേ? മെയ്ഡ് ബൈ അള്ളാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിയല്ലേ. നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിൻ്റെ വിലയെന്ന്? നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്ന നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ്, ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ്? നമ്മൾ പറയുന്നത് കയ്യിൽ കാശില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അള്ളാഹു തന്നില്ലേ? എനിക്ക് വീടില്ലല്ലോ. 2 കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന?
എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ, ഉമ്മ നല്ല വർക്ക് ചെയ്യുന്ന, ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം അല്ലാഹു തന്നില്ലേ, കിഡ്നി തന്നില്ലേ, പാൻക്രിയാസ് തന്നില്ലേ, ലങ്സ് തന്നില്ലേ, നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതൊക്കെ നമ്മൾ നന്ദി ചെയ്തോ? നമ്മൾ നന്ദി ചെയ്തോ അള്ളാഹുവിന്? ഇല്ല.